നമസ്കാരം, ഇത് യൂറോപ്പ് വാർത്തവിഷൻ. 2025 ജൂലൈ 1-നൊപ്പം യൂറോപ്പിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുന്നു. ADR നിയമങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ, തുറമുഖത്തിൽ പുതുതായി പിഴ ചാർജുകൾ, നെതർലാൻഡ്സിൽ കൂടുതൽ സീറോ എമിഷൻ സോണുകൾ എല്ലാം ഈ വീഡിയോയിൽ വിശദമായി അറിയാം. ADR നിയമങ്ങൾ, പുതിയ കർശനത. ADR അഥവാ അപകടകരമായ ചരക്കുകളുടെ ഗതാഗത ചട്ടങ്ങൾ 2025 ജനുവരി മുതൽ നിലവിലായിരുന്നെങ്കിലും ജൂലൈ 1 താത്കാലിക കാലയളവിന് അന്ത്യമാകുന്നു. ഇനി മുതൽ മുഴുവൻ ADR ഡോക്യുമെന്റുകളും ഡ്രൈവർ കാബിനിൽ തന്നെ വെക്കണം. വാഹനത്തിന്റെ മറ്റെന്തെങ്കിലും ഭാഗത്ത് വെച്ചാൽ നിയമലംഘനമാകും. അതുമാത്രമല്ല, ചെറിയ അളവിൽ അപകടകര ചരക്കുകൾ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്കും ഇനി മുതൽ ADR പരിശീലനം നിർബന്ധമാണ്, പെയിന്റുകളും അയലുകളും ഉൾപ്പെടെ. ടൈറ്റിൽ കാർഡ്, ബാറ്ററികളും ആസ്ബസ്റ്റോസും പുതിയ മാർഗനിർദ്ദേശങ്ങൾ. ഇപ്പോൾ മുതൽ സോഡിയം അയൺ ബാറ്ററികൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ എന്നിവയ്ക്കായി 11 പുതിയ നമ്പറുകൾ എത്തിയിട്ടുണ്ട്. പാക്കേജിംഗ്, ലേബലിംഗ്, ഡോക്യുമെന്റേഷൻ എല്ലാം കൂടുതൽ കർശനമാകുന്നു. ഹാനികര മാലിന്യങ്ങളും ആസ്ബസ്റ്റോസും കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും പുതുക്കിയിരിക്കുന്നു. നെതർലൻഡ്സ് ZES പ്രവേശന നിയന്ത്രണങ്ങൾ. നെതർലാൻഡ്സിലെ എൻസ്റുഡെ നഗരം 2025 ജൂലൈ 1 മുതൽ സീറോ എമിഷൻ സോൺ ആയി പ്രഖ്യാപിക്കപ്പെടുന്നു. നേരത്തെ ഡെൻ ബോസ്, ഗ്രോനംഗൻ, ഹാലം എന്നിവയായിരുന്നു പട്ടികയിൽ. വാഹനങ്ങൾക്ക് ഇങ്ങനെ പ്രവേശനം നൽകും. €5 വാനുകൾ 2026 വരെ, €6 വാനുകൾ 2027 വരെ, €6 ട്രക്കുകൾ 5 വയസ്സിനുള്ളത് 2029 വരെ. ലിവോർണോ തുറമുഖത്തിൽ പുതിയ പോർട്ട് ഫീ. ഇറ്റലിയിലെ ലിവോർണോ തുറമുഖത്തിൽ പ്രവർത്തിക്കുന്ന ഹൗലിയർമാർ ഇനി മുതൽ പോർട്ട് ഫീ എന്ന പേരിൽ അഡീഷണൽ ചാർജ് ഈടാക്കും. ഇൻവോയ്സിൽ ഇത് വ്യക്തമായി കാണിച്ചിരിക്കണം. ഉദാഹരണത്തിന്, പോർട്ട് ഫീ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഇൻ ദ പോർട്ട് ഓഫ് ലിവോർണോ. ചെക്ക് ഇൻസീഡ് പുതിയ ഇൻസ്പെക്ഷൻ സംവിധാനങ്ങൾ. ചെക്ക് റിപ്പബ്ലിക്കിൽ ഇൻസീഡ് എന്ന പുതിയ റോഡ് ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറേറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതൊരു സ്വതന്ത്ര വിഭാഗമാണ്, പോലീസ് അല്ല, കസ്റ്റംസ് അല്ല. ഇവർക്കുള്ള സാധ്യതകൾ: ടാക്കോഗ്രാഫ് റിമോട്ട് റീഡിംഗ്, DSRC. നടന്നുകൊണ്ടിരിക്കുന്നതിൽ തൂക്കം പരിശോധിക്കൽ, WIM. വാഹനം നിർത്താതെ നിയമലംഘന പരിശോധന. ഏകദേശം €20,200 വരെയുള്ള പിഴ ഈടാക്കാം. റൊമാനിയ റോ-എ ട്രാൻസ്പോർട്ട് പിഴകൾ മാറ്റിവച്ചു. റൊമാനിയയിലെ റോ-എ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പിഴ 2025 ജൂലൈ മുതൽ ഉണ്ടാകേണ്ടതായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് 2025 ഡിസംബർ വരെ നീട്ടിയിരിക്കുന്നു. അപ്പീൽ പിശകുകൾ, ഇംഗ്ലീഷ് നിർദ്ദേശങ്ങളില്ലായ്മ, മാനുവൽ ഡാറ്റ എൻട്രിയുടെ ചെലവുകൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും സിസ്റ്റം പരിപക്ഷമാകാത്തതിനാൽ സർക്കാർ അധിക സമയം അനുവദിച്ചിരിക്കുന്നു. ഇതുവരെ പറഞ്ഞത് ചുരുക്കമായി പറഞ്ഞാൽ, ADR ചട്ടങ്ങൾ കർശനമാകുന്നു, സീറോ എമിഷൻ സോണിംഗ് കൂടുതൽ ശക്തമാക്കുന്നു, തുറമുഖങ്ങൾ ചാർജുകൾ ഈടാക്കുന്നു, ചക്കിൽ പുതിയ ഇൻസ്പെക്ഷൻ സംവിധാനം വരുന്നു, റൊമാനിയയിൽ ഈ സിസ്റ്റം പിഴ വൈകുന്നു. ഹൗലിയർമാരും ഗതാഗത കമ്പനികളും ഇത്തരം നിയമപരമായ മാറ്റങ്ങൾക്കായി തയ്യാറെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെ ഗതാഗത മേഖലയിൽ യൂറോപ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും യൂറോപ്പ് വാർത്തവിഷനെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.